പത്തരമാറ്റിൻ്റെ വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. അതായത് അഭിയാണ് ചന്തുമോളുടെ യഥാർത്ഥ അച്ഛൻ എന്ന് എല്ലാവരും തിരിച്ചറിയുന്ന ഒരു കിടലൻ ഭാഗമാണ് കേട്ടോ ഇത്. അങ്ങനെ ചന്തുമോൾ ആദർശിൻ്റെ മകളാണെന്ന് വിശ്വസിച്ച അനന്തപുരിയിലെ ജലജയും ജാനകിയും അനാമികയും ഉൾപ്പെടെയുള്ളവർ ആദർശിനെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ തുടങ്ങുന്നുണ്ട്. ഇത്ര നാളും നല്ലവനായിട്ട് നടന്ന അവൻ്റെ തനി നിറം എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായില്ലേ. അവന് മറ്റൊരുവളുമായിട്ട് വഴിവിട്ട ബന്ധം നയിച്ചവനാണ്. അതുകൊണ്ട് തന്നെ നയനെ നീ ഇനി ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. അധികം വൈകാതെ അവൻ ആ കൊച്ചിൻ്റെ അമ്മയെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരൂ എന്നെല്ലാം ജലജ പറയുമ്പോൾ, ഒരിക്കലും എൻ്റെ ഭർത്താവ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. അഥവാ ഇനി ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനാണെങ്കിൽ അത് ഞാനങ്ങ് സഹിച്ചു. നിങ്ങൾക്കതിൽ വലിയ നഷ്ടമൊന്നും ഇല്ല വരാൻ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നയന അവർ 3 പേരുടെയും വായടപ്പിക്കുന്ന രീതിയിൽ ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന ജലജ, അത് നീ പറഞ്ഞത് ശരിയാണ്, അവൻ്റെ കോടിക്കണക്കിലുള്ള സ്വത്തിലാണല്ലോ നിന്റെ കണ്ണ്, അപ്പോൾ പിന്നെ നിനക്കിതൊന്നും വലിയ നഷ്ടമായിരിക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജലജ നയനയെ വീണ്ടും നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇതേ സമയം അനാമികയാണെങ്കിൽ നയനയുടെ അടുത്ത് വന്നിട്ട്, ഇപ്പം നിന്റെ അഹങ്കാരമൊക്കെ എവിടെ പോയിടി? 2 പേരും കൂടി അടയും ചക്കരയും പോലെയല്ലേ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓരോന്ന് കാണിച്ചു കൂട്ടിയത്. എന്നിട്ടിപ്പോൾ എന്തായി? നിന്റെ ഭർത്താവിൻ്റെ തനിനിറം ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്നെല്ലാം ആദർശിനെ കുറ്റപ്പെടുത്തി അനാമിക സംസാരിക്കുമ്പോൾ, അതിന് നിനക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. എൻ്റെ ഭർത്താവ് അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതങ്ങ് സഹിച്ചു. നീ നിന്റെ കാര്യം നോക്കി മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പലതും എനിക്ക് വിളിച്ചു പറയേണ്ടി വരും എന്ന നനിയുടെ വാക്കുകൾ കേട്ട് ചൂളിപ്പോകുന്നുണ്ട് കേട്ടോ അനാമിക. അതായത് പാലിൽ വിഷം കലർത്തിയ കാര്യം താനാണ് എന്നുള്ള കാര്യം നയനയ്ക്ക് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഏത് സമയം നയനെ അത് വിളിച്ചു പറയുമോ എന്നുള്ള ഒരു പേടി അനാമികയെ വല്ലാതെ തന്നെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം മിണ്ടാതിരിക്കാൻ തന്നെ അനാമിക തീരുമാനിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം മനസ്സിലാക്കുന്ന ആദർശാണെങ്കിൽ, എൻ്റെ പേരിൽ അവരെല്ലാവരും നിന്നെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കാരണം നീ ഒരുപാട് സങ്കടം അനുഭവിക്കുന്നുണ്ട് അല്ലേ നയനെ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ, ഒരിക്കലും ഇല്ല ആദർശേട്ടാ, ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം എനിക്ക് മാത്രമല്ല, അതിവിടെ മുത്തശ്ശനും മുത്തശ്ശിക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം എന്നെല്ലാം നയന പറയുമ്പോൾ, എങ്കിലും ഇതിൻ്റെ പേരിൽ മറ്റുള്ളവർ നിന്നെ നാണം കെടുത്തുന്നത് കാണുമ്പോൾ എൻ്റെ തല കുനിഞ്ഞു പോവുകയാണെന്ന് ആദർശ് പറയുന്നുണ്ട് കേട്ടോ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും നിരപരാധിത്വം തെളിയിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടെന്ന് ആദർശ് പറയുമ്പോൾ, അത് വേണം ആദർശേട്ടാ, അധികം വൈകാതെ ചന്തുമോളുടെ അച്ഛൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാകുമെന്ന് നയനയും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ദൈവനിശ്ചയം പോലെ അനഘ ആ കോമ സ്റ്റേജിൽ നിന്നും ഉണരുന്നുണ്ട്. വേഗം തന്നെ അനഘയെ കാണാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ നയനയും മുത്തച്ഛനും ആദർശും എല്ലാം. അവിടെ വെച്ച് അനഘ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നയന. അങ്ങനെ അനഘയുടെ നാവിൽ നിന്ന് തന്നെ ചന്തുമോളുടെ അച്ഛൻ അഭിയാണ് എന്നുള്ളൊരു സത്യം അവർ തിരിച്ചറിയുന്നുണ്ട്. ഇതേ സമയം തന്നെ അഭി ജ്വല്ലറിയിൽ നടത്തിയ ആ ഒരു തിരിമറിയും പിടിക്കപ്പെടുന്നുണ്ട് കേട്ടോ. അതായത് ജ്വല്ലറിയിലെ മാനേജർ തന്നെ എല്ലാം ആദർശിനോട് തുറന്നു പറയുന്നുണ്ട്. സാർ എന്നോട് ക്ഷമിക്കണം, എല്ലാം എന്നെ കൊണ്ട് ചെയ്യിച്ചത് അഭിയാണ്. മൂർത്തി സാറിനെയും ആദർശ് സാറിനെയും ഞാൻ ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കില്ല എന്ന് ഉറപ്പിച്ചതാണ്. പക്ഷെ അഭിയുടെ ചതിയിൽ ഞാൻ പെട്ടുപോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശിന്റെ കാല് പിടിക്കുന്നുണ്ട് കേട്ടോ മാനേജർ. അങ്ങനെ അഭിയുടെ ആ ഒരു കള്ളത്തരവും തെളിവ് സഹിതം തന്നെ പിടിക്കപ്പെടുന്നുണ്ട് കേട്ടോ. അനന്തപുരി തറവാടിന് ഒരു കളങ്കം ഉണ്ടാവരുതെന്ന് കരുതി പോലീസ് അവിടെ കയറി ഇറങ്ങിയരുത് എന്ന് കരുതിയിട്ടാണ് അഭിയുടെയും ജലജയുടെയും എല്ലാ പ്രവൃത്തികളും മുത്തച്ഛനും ആദർശനും ഉൾപ്പെടെയുള്ള എല്ലാവരും സഹിച്ചുകൊണ്ട് പോയിരുന്നത്. പക്ഷേ ഇനി അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ അവർ തീരുമാനിക്കുന്നുണ്ട്. ജലജയെയും അഭിയെയും തറവാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാനും തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഭിയെയും ജലജയെയും ചോദ്യം ചെയ്യാൻ തന്നെ മുത്തച്ഛനും ആദർശും തീരുമാനിക്കുകയാണ്. അഭിയാണെങ്കിൽ ചന്തുമോൾ ആദർശിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അതായത് DNA ടെസ്റ്റ് ഇത് ആദർശിൻ്റെ കുഞ്ഞാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ DNA ടെസ്റ്റിലും അപ്പോൾ എന്തോ ഒരു അട്ടിമറി നടത്തുന്നുണ്ട്, എത്ര കൃത്രിമത്വം കാണിക്കുന്നുണ്ട്. അതായത് ബ്ലഡിലെല്ലാം മാറ്റി കൊടുത്ത് ഒരു അട്ടിമറി നടത്താനായിട്ട് അഭി ഒരു ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ആ ഒരു റിസൾട്ടുമായിട്ടാണ് കേട്ടോ അഭി അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നത്. ആദർശിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാറ്റിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം തന്നെ അഭി വരികയാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാവരും കണ്ണു നിറച്ച് കണ്ടോ, DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടി, ചന്തുമോളുടെ കുഞ്ഞ് ആരാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആരും തന്നെ പ്രത്യേകിച്ച് യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം ഓൾറെഡി എല്ലാവർക്കും സത്യങ്ങൾ അറിയാം. പക്ഷേ അഭി എവിടം വരെ പോകും എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും തൽക്കാലത്തേക്ക് മൗനം പാലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം ജലജിയാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും സത്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടല്ലോ. ആദർശ് ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവിടെ എല്ലാവരും നടന്നിരുന്നത്. ഇപ്പം എന്തായി?
ഈ കൊച്ച് ആദർശിൻ്റെ കുഞ്ഞാണെന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് ആദർശിന് അതിൻ്റെ ആ ശിക്ഷ തന്നെ കിട്ടണം. അച്ഛനും അമ്മയായിരുന്നല്ലോ ഇത്രയും കാലം എൻ്റെ മോനെ കുറ്റപ്പെടുത്താനായിട്ട് തിരക്ക് കൂട്ടിയിരുന്നത്. ഇപ്പം എന്താ അച്ഛനും അമ്മയ്ക്കും ഒന്നും പറയാനില്ലേ എന്നെല്ലാം ജലജ പറയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ആണെങ്കിൽ ക്ഷമ പാലിച്ചു തന്നെ നിൽക്കുകയാണ് കേട്ടോ. രണ്ടുപേരും പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീരട്ടെ, എന്നിട്ട് അവരെ വലിച്ചു കീറാം എന്നുള്ള ഒരു നിലപാട് എടുത്തുകൊണ്ട് മിണ്ടാതെ നിൽക്കുകയാണ് മുത്തശ്ശൻ. ഇതേ സമയം തന്നെ ജയിലിൽ നടന്ന തിരിമറിക്ക് പിന്നിൽ ആരാണെന്ന് നീ മനസ്സിലാക്കിയോ എന്ന് മുത്തശ്ശൻ അഭിയോട് ചോദിക്കുമ്പോൾ അത് കേട്ട് അഭി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭി പറയുന്നുണ്ട് അതിന് പിന്നിൽ ആരാണെന്നൊന്നും എനിക്കറിയില്ല മുത്തശ്ശൻ ഇനിയും ഇങ്ങനെ സംശയിക്കുന്നത് കഷ്ടമാണ്. നവ്യയെയും കുഞ്ഞിനെയും ഞാനിപ്പോൾ പൊന്നുപോലെയാണ് നോക്കുന്നത്. എൻ്റെ മനസ്സൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു. ഇനി എനിക്ക് അവളും കുഞ്ഞുമായിട്ട് സ്നേഹത്തോടെ ജീവിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കള്ളനാടകം അഭിനയിക്കുകയാണ് കേട്ടോ അഭി. തുടർന്ന് അഭി പറയുന്നുണ്ട് നമ്മുടെ ജ്വല്ലറിയിലെ സ്റ്റാഫുകളെയൊക്കെ ഒന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ സത്യമൊക്കെ പുറത്തു വരും എന്ന് അഭി പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആദർശനാണെങ്കിൽ സകല നിയന്ത്രണവും വിടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അതേടാ അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ ജ്വല്ലറിയിലെ മാനേജർ എല്ലാം എന്നോട് തുറന്ന് പറഞ്ഞു എന്ന് ആദർശ് പറയുന്നത് കേട്ട് ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ അഭി. തുടർന്ന് മാനേജർ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്ന വീഡിയോയും അഭിയെ ആദർശ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് അഭി ശരിക്കും തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനി നിനക്ക് മറ്റൊരു വീഡിയോ കൂടി കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അനഘ എല്ലാ സത്യങ്ങളും തുറത്ത് പറഞ്ഞിരുന്ന വീഡിയോയും ആദർശ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശേട്ടനല്ല, എൻ്റെ ചന്തുമോളുടെ അച്ഛൻ സാറിൻ്റെ കൊച്ചുമോനായ അഭിയാണ്. അവനാണ് എന്നെ ചതിച്ചത്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ എന്നെ ഉപേക്ഷിക്കാൻ പോലും തയ്യാറായി. കുഞ്ഞിനെ കൊന്നുകളയാൻ വരെ അവൻ ശ്രമിച്ചു. ആ സമയത്ത് അഭിയിൽ നിന്നും ഞാൻ ഒളിച്ചോടുകയായിരുന്നു. അഭി അറിയാതെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞുമായി ഒരിക്കലും അഭിയുടെ മുന്നിൽ ചെല്ലരുതെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ ആ സമയത്താണ് എനിക്ക് ട്യൂമറാണ് എന്നുള്ള കാര്യം അറിഞ്ഞത്. ഇനി എനിക്ക് അധികം ആയുസില്ല, ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ കുഞ്ഞിനെ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് തോന്നി. അവനൊരു ഫ്രോഡാണെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണല്ലോ അഭി എന്നെല്ലാം അനഘ പറയുന്ന വീഡിയോ ആണ് കേട്ടോ അഭിയെ കാണിച്ചു കൊടുക്കുന്നത്. പക്ഷെ അവൻ കുഞ്ഞിനെ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായില്ല. എല്ലാം അവൻ്റെ ചതിയാണ് എന്ന് അനഘ പറയുന്നത് കേട്ട് വീണ്ടും പെട്ടുപോകുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ അഭി. ഇതേസമയം ആദർശാണെങ്കിൽ അഭിയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് അവൻ്റെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് ജലജിയാണെങ്കിൽ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് എല്ലാം ഞങ്ങൾ പോലീസിനെ അറിയിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വൈകാതെ അമ്മയ്ക്കും മോനും ജയിലിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു അച്ഛാ, ഇവന് ഇങ്ങനെ ഓരോ തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നതിന് ഞാൻ എന്ത് പിഴച്ചു എന്നെല്ലാം ജലജ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നീ ചെയ്ത തെറ്റ് എന്താണെന്ന് നിനക്ക് അറിയോ ജലജെ? വേണ്ട സമയത്ത് തെറ്റ് പറഞ്ഞു കൊടുത്ത് നീ ഇവനെ നേർവഴിക്ക് നടത്തിയില്ല. അതിന് പകരം ഇവനെ ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ളവനാക്കി മാറ്റാനായിട്ടാണ് നീ ശ്രമിച്ചത് എന്നെല്ലാം ജലജയോടായിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് മുത്തശ്ശൻ CAയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. യഥാർത്ഥ പ്രതിയെ ഞങ്ങൾ തന്നെ കണ്ടെത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവരെ വന്ന് അറസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അല്പസമയത്തിനകം CA വന്ന് അഭിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ശേഷം ജലജ മുത്തശ്ശനോടായിട്ട് അച്ഛൻ ഇത്രയ്ക്ക് കണ്ണിൽ ചോരയില്ലാതായി പോയല്ലോ, അവനും അച്ഛൻ്റെ കൊച്ചുമോൻ തന്നെയല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ പൊട്ടിക്കുറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ വേണ്ട ജലജെ, ഇനി നിൻ്റെ ഒരടവും ഇവിടെ വില പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ അഭിയുടെ എല്ലാ തള്ളത്തരങ്ങളും തെളിവ് സഹിതം തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശനോടായിട്ട് പറയുന്നുണ്ട് ഇനി ഇവിടെ ഒരു ശുദ്ധികലശം കൂടി നടത്താനുണ്ട്. അനിമോൻ്റെ ജീവിതം ഓരോ നിമിഷം കഴിയും തോറും കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ ഒരു പരിഹാരം കാണണമെന്ന് പറയുമ്പോൾ താൻ എന്താ പറഞ്ഞു വരുന്നത് എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അനാമികയുടെ കൂടെ ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ല. ആ സ്ഥിതിക്ക് അവരെ സ്വാതന്ത്ര്യത്തോടെ വിടുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഒരിക്കലും നടക്കില്ല വസുന്ധരെ. ഈ അനന്തപുരി തറവാട്ടിൽ ഇന്ന് വരെ ആരും വിവാഹമോചനം നേടിയിട്ടില്ല. നമ്മുടെ തറവാട്ടിന് അങ്ങനെ ഒരു പാരമ്പര്യമില്ല എന്നെല്ലാം പറയുമ്പോൾ അനിമോൻ്റെ ജീവിതം ഇങ്ങനെ നശിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എങ്ങനെ അത് കണ്ടില്ലെന്ന് നടിച്ചിരിക്കാൻ പറ്റൂ എന്നെല്ലാം മുത്തശ്ശി വീണ്ടും പറയുമ്പോൾ നോക്കാം വസുന്ധരെ, അവൻ്റെ ജീവിതം ഇങ്ങനെ നശിക്കുന്നത് കാണാനായിട്ട് എനിക്കും കഴിയില്ലടോ എന്ന് മുത്തശ്ശനും പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയോടായിട്ട്. അങ്ങനെ പത്തരമാറ്റിൻ്റെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്